ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ജാമ്യ ഹർജിയുമായി സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി സുപ്രീം കോടതിയെ സമീപിച്ചു. കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും പങ്കജ് ഭണ്ഡാരി ഹർജിയിൽ പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് തന്നെ ചേരുന്നു. റഷീദ്, കഴിഞ്ഞ ആഴ്ചയാണ് ഇതേ ആവശ്യവുമായി ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്ന് സുപ്രീം കോടതി ആ ജാമ്യ ഹർജി തള്ളുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കേസിലെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ പങ്കജ് ഭണ്ഡാരിയെയും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? ബന്ധപ്പെട്ട എല്ലാ പ്രതികളും സുപ്രീം കോടതിയെ ജാമ്യം തേടിക്കൊണ്ട് സമീപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എസ് ജയശ്രീക്ക് മാത്രമാണ് ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് അവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയാണ് ഇപ്പോൾ ജാമ്യം തേടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കുറ്റകൃത്യങ്ങളിൽ പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരിക്കും കേസ് പരിഗണിക്കുക. നമുക്കറിയാം, നേരത്തെ തന്നെ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും ഈ ബെഞ്ച് തന്നെയാണ് പരിഗണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം കൃത്യമായിട്ടുള്ള ഒരു വിമർശനങ്ങളോട് കൂടി തന്നെ ഈ കേസുകൾ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇടപെടാനാകില്ല എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും പിന്നീട് എൻ വാസുവിന്റെയും അതോടൊപ്പം മറ്റു പ്രതികളുടെയൊക്കെ തന്നെയും കേസുകൾ ഹർജി അടക്കം തള്ളുന്ന സമയമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനി പങ്കജ് ഭണ്ഡാരിയുടെ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള വിധി അല്ലെങ്കിൽ ഉത്തരവ് എന്തായിരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്.